ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണ് ജൂൺ 10 നമ്മുടെ പിള്ളേർക്ക് സ്കൂളിൽ പോണ ദിവസമാട്ടോ. ഒരു 2 മാസമായിട്ട് ഞങ്ങൾ റെസ്റ്റിലായിരുന്നു. കാരണം വെക്കേഷൻ ആയതുകൊണ്ടല്ല, ഞങ്ങൾ മാത്രമല്ല, എല്ലാ അമ്മമാരും കുറച്ച് റെസ്റ്റിലായിരുന്നു അല്ലേ. അപ്പോൾ രാവിലത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ ടിഫിനായിട്ട് കൊടുത്തയക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പാർക്കൂട്ടന് ചോറും പരിപ്പാണ് നമ്മൾ കൊടുത്തയക്കുന്നത് കേട്ടോ. ഇന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ, അതായത് അല്ലു അതിന് കാശിയുടെ പ്രീ KG ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുഡ് വേണ്ട, ലഞ്ച് വേണ്ട, ടിഫിനും വാട്ടർ മാത്രം അതിൽ നിന്ന് ടീച്ചർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ KG-കാരുടെ ഒരു എന്താ പറയുക, ഒരു ഡേയും കൂടിയാണ് ഇന്ന്. അതിനെന്താ പറയുക, പ്രവേശനോത്സവമാണ് ഇന്ന് കേട്ടോ. ഇംഗ്ലീഷിൽ എന്താണ് പറയുക, എന്തെങ്കിലും ആവട്ടെ. അപ്പം നമ്മൾ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റ് ആക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ചായ ഞങ്ങൾ ഇതേപോലെ വെച്ച് വയ്ക്കും, ഒരു സ്റ്റീൽ കളത്തിലാക്കിയിട്ട് അടച്ചു വയ്ക്കും. ഇന്ന് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ല, സിമ്പിൾ പരിപാടീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ടിഫിനും കൂടിയും എന്തെങ്കിലുമൊക്കെ വറക്ക പൊരിക്കൊക്കെ അങ്ങനത്തെ ദിവസങ്ങളിലാണ് കുറച്ച് അധികം സമയം വേണം. ഇപ്പോൾ കോളിഫ്ലവർ ആണെങ്കിൽ അതിന് മസാല തേക്കണം, വറക്കാൻ നിൽക്കണം, പിന്നെ ലഞ്ചിന് വേറെ എന്തെങ്കിലും കറി ചോറൊക്കെ വെക്കണം. അങ്ങനെയൊക്കെയാണ് കുറച്ച് സമയം പോയി. ഇതൊക്കെ ആകുമ്പോൾ സിമ്പിൾ പരിപാടികൾ വേഗം നമ്മൾ കഴിക്കും. പിന്നെ ഗ്യാസിൻ്റെ ഒരടപ്പിൽ കുറച്ച് തീ കുറവാണ്, അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പോകുന്നല്ലാണ്ട് ഇന്ന് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പിള്ളേരൊരു 7:30 ആകുമ്പോഴേക്ക് എന്തായാലും എണീപ്പിക്കണം. പിന്നെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിച്ച് ഒരു 8 മണി 8:15 അവരെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഫുഡൊക്കെ കൊടുക്കാനായിട്ട് കുറച്ചധികം സമയം കിട്ടും. ഇവർക്കിപ്പോൾ ആദ്യം 8:45 ഒരു ടൈം, ഇപ്പോൾ 9:15 കേട്ടോ. 9:15 തൊട്ടിട്ട് 3:30 വരെയാണ് ഇവർ ടൈം കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും നന്നായിരുന്നെങ്കിൽ പാറുണ്ട് അതേ സമയം തന്നെ ആകുമ്പോൾ ആ സമയത്ത് ഭയങ്കര തിക്കും തിരക്കായി 4 പേര് ഇറങ്ങുമ്പോൾ. ഇപ്പം വെവ്വേറെ ടൈം ആയതുകൊണ്ട് അവൾ പോയിട്ടായാലും ഇവരേതായ കുറച്ച് കാര്യം ഇവരെ അണിയിച്ചൊരുക്കുക, എന്നിട്ട് പറഞ്ഞേക്കാൻ കുറച്ച് സമയം കിട്ടും നമുക്ക് കേട്ടോ. അപ്പോൾ അടുക്കളത്തെ പരിപാടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനൊന്ന് വെളിച്ചെണ്ണയൊക്കെ തേച്ചു. ഇവർ പോകുമ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന ദിവസങ്ങളിൽ രാവിലെ തന്നെ പരിപാടികളൊക്കെ കഴിയുന്നുണ്ട്. ഇതൊരു നല്ലൊരു ഹാബിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. കാരണം വെക്കേഷനൊക്കെ ആയപ്പോൾ നമ്മൾ കുറച്ച് മടി പിടിച്ചു. ഇതാവുമ്പോൾ ഇവർ പോണ അതോടുകൂടി നമ്മൾ കുളിയും കഴിയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര റുട്ടീനായിട്ട് നടന്നു പോകും. അങ്ങനെ എന്നിട്ടാ അപ്പം ഞങ്ങൾക്ക് ഇതാട്ടോ പുട്ടാണ് അനുസരിച്ചിരിക്കുന്നത്. അവർക്ക് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് വെതറിയിട്ടൊന്ന് കുലുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്, എല്ലാം സെറ്റ്. ഇനി നമ്മുടെ പിള്ളേരെ പോയിട്ട് വിളിക്കാൻ വേണ്ടി അതിന് മുന്നായിട്ട് ഇത്തിരി ചായ കുടിക്കട്ടെ. നല്ല മഴയാണ്, നല്ല മഴ മീൻസ് ഇരുട്ട് കുത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ഹെവി മഴയുടെ ഒരു ഫീല് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി എന്നിട്ടാ ഇനി ടിഫിൻ ബോക്സിൽ എല്ലാവർക്കും 4 പേർക്ക് 4 പേർക്കും ഇഷ്ടമാണ് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഫ്രൈ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. കോളിഫ്ലവറൊക്കെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ. അന്നു അമ്മ പൊന്നെ പിടിണ്ടമ്മ ഇപ്പുറത്ത് നോക്ക്. ഇല്ലി മോളെ, ഇല്ലി കുറവില്ലേ? ഗുഡ് മോർണിംഗ് അനുറ്റി. എഞ്ചു പറ്റി പൊന്നുവാടി ഷൊട്ടുവാടി കണ്ണ് കാണുന്നില്ലേ? അതെ, കന്നിക്ക് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചിട്ടുണ്ട്, കാണാത്തേട്ടാ. ഓക്കെ, ലൈറ്റ് അടിച്ചില്ലേ? കുളില് പോണ്ടോ മോന്തേ? അല്ലുകുട്ടി എണീറ്റ് പൊന്നെ, അല്ലിമോളെ എണീറ്റ് വായു. എല്ലാരും സർപ്രൈസ് ആയിട്ടിരുന്നോ? പച്ച അയിനോന്, പിങ്ക് കാശിക്ക്, ഏറ്റവും ഭംഗിയുള്ള ബ്ലൂ അല്ലോന്. നിനക്ക് പച്ച വേണമെന്നല്ലേ പറഞ്ഞേ? ഏറ്റവും ഭംഗിയുള്ള പ്രശ്നം വേണ്ട, അന്ന് ഏറ്റവും ഭംഗിയുള്ള പ്രശ്നം അല്ലൂന്. അത് കൊടുത്തേക്കടാ, ഗ്രീൻ എടുത്തേക്ക. ഏറ്റവും ഭംഗിയുള്ള പ്രശ്നം
ഒന്നല്ല 3 പേരായതുകൊണ്ട് തന്നെയല്ലേ ഒരാളെ ബ്രഷ് മറ്റാൾക്ക് വന്നിട്ടുള്ള വാശി കുറച്ച് കൂടുതലാട്ടോ. അപ്പം അല്ലൂനാണ് അത് കുറച്ചും കൂടി കൂടുതൽ. അപ്പം അവൻ ആദ്യം നമ്മൾ ഇതേപോലെ സോപ്പിട്ടൊക്കെ നിർത്തും, ഏറ്റവും ഭംഗിയുള്ള നീ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലപ്പോൾ ഒട്ടും ഭംഗിയില്ലാതൊക്കെ ആയിരിക്കും, അവൻ വിശ്വസിച്ചോട്ടെ, പറ്റിക്കപ്പെടുന്നതാണ് അവൻ. അങ്ങനെ 3 പേരും ഇതൊക്കെ കഴിച്ചു, പല്ലൊക്കെ തേച്ചു കൂടി കഴിഞ്ഞിട്ടാണ് പല്ലേപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ അതേ പാറുനുള്ള ലഞ്ച് ബോക്സിൽ സംഭവങ്ങളൊക്കെ ഇട്ട് വയ്ക്കുകയാണ്. അവൾക്ക് പരിപ്പ് കുത്തിക്കാച്ചത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പിന്നാലെ നമ്മുടെ ചെക്കന്മാരൊക്കെ നിൽക്കുന്നുണ്ട്, ചെക്കന്മാരുടെ ബോക്സറൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഫ്രിഡ്ജ് ഉണ്ടല്ലോ വലിയവരെ പോലെ തന്നെ ഈ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും വന്ന് ഓർമ്മക്കാനായിട്ട്. 2 മാസത്തിന് ശേഷം അലക്കി എടുത്തു വെച്ച നമ്മുടെ ബാഗുകളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ടിഫിൻ ബോക്സ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഇവർക്ക് ഭയങ്കര കൗതുകമാണ്, അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി. ചേച്ചിയമ്മയുടെ ലഞ്ച് ബാഗ് പോയിരുന്നു. ഇവിടെ ഉണ്ട്, അച്ഛമ്മനോട് പറ. ചേച്ചിയമ്മ ലഞ്ച് ബാഗ് എടുക്കാൻ വന്നതാ. ഇന്ന് സ്കൂളിൽ ചെറിയൊരു ഫംഗ്ഷൻ, പിന്നെ ഉച്ചയ്ക്ക് ഇവരെ ഒരുമിച്ച് എടുക്കാന്നാണ് പറഞ്ഞത്. നാളെ തൊട്ടായിരിക്കും ഫുൾ ഡേ ഉള്ളത്, 9:15 തൊട്ട് 3:30 വരെ നാളെ തൊട്ടായിരിക്കും എന്നിട്ട് ടീച്ചർ പറഞ്ഞത്. ആദ്യത്തെ ടീച്ചർ തന്നെയാണ്, അതായത് pre-KG ആൾക്കൊരു ഡിവിഷനേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ സഗി ടീച്ചർ തന്നെയാണ്. സഗി ടീച്ചർ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. പിന്നെ തൊട്ട് ഇവർ ആദ്യം ചെന്നപ്പോൾ ഇവർക്ക് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അന്നത്തെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രാവിലെ കൊണ്ടുവന്ന് ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ വിഷമമാണ്. പിന്നെ ഉച്ചയ്ക്കൊക്കെ ഉറങ്ങാനും പിടിക്കാനൊക്കെ. അതിനിടയിൽ എപ്പോഴൊക്കെയോ ഒന്ന് കുറച്ച് നേരം ഒന്ന് വിട്ട് വെക്കും, കരച്ചിൽ വീണ്ടും ആവും. പിന്നെ സ്കൂൾ അടയ്ക്കുന്നതിനൊക്കെ ഒരാഴ്ച മുന്നേ ആയപ്പോൾ സെറ്റായി. അപ്പോഴേക്കും സ്കൂൾ അടച്ചപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒന്ന് സെറ്റായി വന്നപ്പോഴേക്കും സ്കൂളും അടച്ചല്ലോ. അപ്പോൾ 5 ഒരു വാങ്ങിക്കുന്ന ഒരു വള മേടിച്ചിട്ടുണ്ടായിരുന്നു, കരിമണി. അത് ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചാട്ടോ. അപ്പോൾ ഒരു 4 പേർക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളയും മാലൊക്കെ ഊരി വയ്ക്കണമല്ലോ, അപ്പോൾ കൈമലും കഴുത്തിലൊന്നും ഇല്ലാതിരിക്കും. ആ ഒരു സംഭവം വേണ്ടാന്ന് വെച്ചിട്ട് മുപ്പർക്ക് എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശി എന്ത് പറ്റി അതിനിട്ടവാ കാശി ഇങ്ങോട്ട് നോക്കടാ. അത് കൈ ഇങ്ങനല്ലേ വെക്കേണ്ടത്. കീശ കൈയിട്, കീശയില് കൈയിട്. 3 ആളും കീശ കൈയിട്ടെ. നേരെ ഓക്കെ. ഞാൻ പറയട്ടെ, നോക്കോ. 1 2 അതിന് നോക്ക്, കാശി നോക്ക്. കൈ വരിയാക്കി വെക്കണോ അവന്റെ ഒരു പോസ്. ഇങ്ങോട്ട് നോക്കണോ, ഇങ്ങോട്ട് നോക്കല്ലോ. ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് ചില്ലറ പരിപാടികൾ കേട്ടോ കാണിക്കുക. ഈശ്വരൻ എന്തോരം കഷ്ടപ്പെടാന്ന് അറിയാം. നല്ലൊരു ഫോട്ടോ അത് ഇത്രയും കിട്ടിയിട്ടുമില്ല. ഒരാൾ നോക്കുമ്പോൾ മറ്റാൾ നോക്കൂലേ, മറ്റാൾ ഇയാൾ, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ചൂളിയിൽ പോട്ടെ. കാശിക്കുട്ടൻ പറഞ്ഞ പോലെ കാശിക്കുട്ടൊരു ചൂളും അല്ലൂനും അയിനും ഉക്കുളിയിലും എന്നാണ് കേട്ടോ പറയാം. അങ്ങനെ ഇവിടെ സായിലെത്തിയിട്ടുണ്ട്. അപ്പുറത്താണ് ഫംഗ്ഷൻ ഹാളുള്ളത്, അപ്പം അങ്ങോട്ട് പോവാം. വണ്ടിക്ക് ഇന്ന് എല്ലാ ദിവസവും വണ്ടിയൊന്നും കയറ്റുന്നില്ല. ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഫംഗ്ഷൻ ഡേ ആയതുകൊണ്ട് വണ്ടി അലൗഡാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി പാരൻസും പിള്ളേരും ഉണ്ട്. ഇവരൊക്കെ LKGക്കുള്ള ഡിവിഷൻസിനുള്ള പിള്ളേരാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു. അതായത് പാറക്കുട്ടനെ കൊണ്ടുവന്നാക്കുന്ന ഒരു ടൈമിലും ഇങ്ങനെയായിരുന്നു. പിന്നെ അല്ലൂസും അയിനൂസും കാശിക്കുട്ടനും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നത് ഈ ജൂൺ സമയത്തല്ല, നവംബറിൽ അങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സംഭവം ഒന്നുമില്ലല്ലോ, ഡയറക്റ്റ് ക്ലാസ്സിൽ കയറി അത്രയും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് അവർ ശരിക്കും pre-KGയിൽ അവർ പോണത് തന്നെ. ഇവർക്ക് വയസ്സെത്തൂല. ഇപ്പോഴത്തെ ഒരു നിയമം അനുസരിച്ച് 1ാം ക്ലാസ്സിൽ കറക്റ്റ് 6 വയസ്സെത്തണ്ട്. അതുകൊണ്ടാണ് വീണ്ടും pre-KG ഇട്ട്. അതുകൊണ്ട് മാത്രമല്ല ഇവരൊന്ന് കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആകുന്നുണ്ട്. വെറുതെ കൊണ്ടുപോയിട്ട് നമ്മൾ LKGയിൽ എത്തിയിട്ട് കാര്യമില്ല. കുറച്ചും കൂടിയും ഇത് ബോധവും ബുദ്ധിയും പിള്ളേർക്ക് ആവണ്ട്. അത് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ ആവരുതല്ലോ. അങ്ങനെ ചേട്ടൻ ഭയങ്കര പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പാർക്ക് പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറേ ചേട്ടന്മാരൊക്കെ വേഷം കെട്ടി നിൽക്കുന്നുണ്ട്. ഒരു
ആനേനൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇവർക്ക് ഭയങ്കര പേടിയായിട്ട്, കാശി ഇതിനൊന്നും പേടിക്കാത്ത ആളായിരുന്നു, പക്ഷെ കാശിക്ക് ഇതൊക്കെ കണ്ട് ഭയങ്കര പേടിയായി. പിന്നെ അവിടെ സ്റ്റേജിലൊരു പാട്ട് വെച്ചപ്പോൾ നമ്മുടെ ഒരു ഡാൻസ് ടീമാണല്ലോ, ഈ 3 പേരുണ്ടെങ്കിൽ എവിടെ ആയാലും ഡാൻസ് കളിക്കും, അങ്ങനെയാണ് ഇന്ന് എൻ്റെ വിശ്വാസം. പക്ഷേ ഇവിടെ ഞാൻ വഴിയെ പറഞ്ഞു തരാം അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇവിടെ നിന്നിട്ട് കുറേ ഡാൻസൊക്കെ കളിച്ചിട്ട് അവിടെ കുറേ കാർട്ടൂണിത്തെ പാട്ടും കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ചപ്പോൾ ഇവിടെ നിന്നിട്ട് 3 പേരും ഭയങ്കര ഡാൻസ് കളിയും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നെന്താ, പിന്നെ ഇവർക്ക് കുറേ നേരമായി ബോറടിച്ചപ്പോൾ അപ്പുറത്ത് ഇതേപോലെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പം അവിടെ ഇവിടെ ഉണ്ടാക്കിയപ്പോൾ കാശ് പിന്നെ ഇതിലൊക്കെ കയറാനും ചാടാനും ഒക്കെ മിടുക്കനുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ്, ഒരു പേടിയില്ല. അല്ലുക്കുട്ടൻ പിന്നെ പതുക്കെ ആവുള്ളൂ. അയലൂസിന് ഭയങ്കര പേടിയാട്ടോ. അതായത് ആദ്യം കാശി, പിന്നെ അല്ലു, പിന്നെ ഇതിവരൊക്കെ കണ്ടൊക്കെ സെറ്റാണ്, ഓക്കെ സേഫ് ആണെന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അയിനുക്കുട്ടൻ കയറാം. പിന്നെന്താ, നിതീഷേട്ടനും നിഖിൽചേട്ടനും ഒന്ന് വീട് വരെ പോയിട്ട് അത് നമ്മുടെ സ്ഥലത്തേക്ക് ഒന്ന് ജാനകി ബേസ് ഇതിലൊരു ഓർഡറൊക്കെ വന്നിട്ട് അങ്ങോട്ട് പോയിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ. അപ്പോൾ ഇത്ര നേരം ആയപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇതായി. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ചായയും പരിപ്പടിയും ബിസ്ക്കറ്റും കിട്ടിയപ്പോൾ ഞങ്ങൾ അത് കുടിച്ചപ്പോൾ സെറ്റായിട്ടോ. ഇവരാണെങ്കിൽ വിശന്നപ്പോൾ ഇവർ ആ ബാഗിൽ ടിഫിൻ വെച്ച ഓർമ്മയിൽ ഇവർ തന്നെ, ഞങ്ങൾ പോലും പറയാണ്ട് ഒരു 10:30 ആയപ്പോഴേക്കും ഇവർ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ വിശന്നിട്ടുണ്ടെങ്കിൽ ബാഗിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിള്ളേരൊക്കെ വലുതായില്ലേ. പിന്നെ ഇതാണ് ഇവരുടെ ക്ലാസ് ടീച്ചർ, സഗി ടീച്ചർ. അല്ലൂനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് അതിനു കാശിനേക്കാളും കൂടുതൽ അല്ലൂനൊരു പൊടിക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് ടീച്ചറുടെ അടുത്ത്. ടീച്ചറുടെ പേര് കറക്റ്റ് പറയുക അല്ലുക്കുട്ടൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ കുറേ സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാമിൻ്റെ വക കുറേ ബ്ലെസ്സിങ് സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നമ്മളാണ് നമ്മുടെ പിള്ളേരെ ശരിക്കും വളർത്തിയെടുക്കുന്നത്. മീൻസ് അവരെ സ്വഭാവ രൂപീകരണം എന്ന് പറയുന്നത് നമ്മളിലൂടെയും നമ്മുടെ ചുറ്റുപാടുകളിലൂടെ എന്ന് പറയുന്നത് ഒരു പരിധിവരെയൊക്കെ ശരിയാണ് അല്ലേ. നമ്മളെ കണ്ടിട്ടല്ലേ നമ്മുടെ പിള്ളേരും പഠിക്കുക. കണ്ടില്ലേ, അതായത് ലാസ്റ്റ് ഇങ്ങനത്തെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി അടിച്ചു വിളിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ പിള്ളേർ ബാക്ക് സ്റ്റേജിൽ നിന്നിട്ട് ആ കർട്ടൻ്റെ ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിലും ഡാൻസ് കളിക്കുന്ന ഇവന്മാർ അനങ്ങാണ്ട് നിൽക്കുന്നതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇതാണ്. അതായത് വല്ല കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഡാൻസ് ഉണ്ട്, ഒരു 3 പേര് നിന്ന് കളിക്കും. ഇപ്പോൾ ഒരു ആവശ്യ സമയത്ത് അല്ലെങ്കിലും അവർക്ക് വേണ്ട ഒരു സമയത്ത് അതിലൊരാളായി കളിക്കേണ്ട ഇവർ അവിടെ മാറി നിൽക്കുന്നു. അപ്പം ഞാൻ അഞ്ചിനോട് പറയായിരുന്നു, ഇനി LKG UKG ഫംഗ്ഷൻ വരുമ്പോഴേ നമ്മളിങ്ങനെ പറയുന്നത് എൻ്റെ 10,000 അല്ലാറ്റ തഴങ്ങാണ് നിൽക്കണത്. ഇവന്മാർക്ക് ഒന്നും പറയാനില്ല. ഞാൻ ഈ പറയുന്നത് കുറച്ച് അമ്മമാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നല്ല രസമായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ പിള്ളേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അതും സിംഗിളായി വന്ന പിള്ളേരാണ്. ഇവർ 3 പേരും ഗ്യാങ്ങായിട്ട് വന്ന പിള്ളേർ. അച്ഛനമ്മമാർ ബാഗിൽ നിൽക്കണം. എന്നിട്ട് ഇവന്മാർക്കൊന്നും കളിക്കാൻ പറ്റില്ല. എന്താ പറയാനാ. അങ്ങനെ LKGക്കാർക്കൊക്കെ ഡിവിഷൻ വിളിച്ചും മൈക്കിൽ അനൗൺസ് ചെയ്ത് അവരൊക്കെ കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് അത് തന്നെയാണല്ലോ. അപ്പം ഞങ്ങൾ നമ്മുടെ PKG ക്ലാസ്സിലേക്ക് നടക്കുകയാണ്. ടീച്ചറും ആൻറ്റിമാരും ഒക്കെ അവിടെ ഉണ്ട്. ആദ്യം കാശുകുട്ടൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, ചേട്ടൻ അവനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ അല്ലൂസിനും അയിനൂസിനും ചെറിയൊരു ദൈവമേ ഇത് ഇവർ സീരിയസ് ആയി പറഞ്ഞതാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നുള്ളതെന്നുള്ള രീതിയിൽ ഒരു അമാന്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും ടീച്ചർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇവരെ കയ്യിലെടുക്കാം, അല്ലെങ്കിൽ പുതിയ പിള്ളേരെ എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ളത്. ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച്. പിന്നെ ഇവർ കുറേ നാൾ പോയ സ്ഥലമല്ല, അതുകൊണ്ട് ഭയങ്കര എന്താ പറയുക, ഞങ്ങളുടെ വണ്ടി ഇതേ ഞങ്ങളുടെ ഇതൊക്കെ ഒന്ന് മാറിയല്ലോ എന്നുള്ള രീതിയിൽ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പുതിയ ടോയ്സൊക്കെ കണ്ടു. അപ്പോൾ അതിനോടൊക്കെ ഒന്ന് സെറ്റായി. പിന്നെ കുറേ പിള്ളേരുണ്ട് കേട്ടോ, പുതിയതായിട്ടൊരു 20 പിള്ളേരുണ്ടെന്നാണ് ടീച്ചർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങളടുത്ത് പറഞ്ഞു ഇപ്പോൾ പോകണ്ട, അതിനോട് ആക്കി പോകാനല്ലേ അമ്മ പോയല്ലേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് നീളി. എന്നാലും ഓക്കെയാണ്, അവർ പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ ബൈ, സീ യു.